ഹായ് സുഹൃത്തുക്കളെ, അങ്കമാലി സ്പന്ദനം വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് എളവൂർ കവല പുളിയന റോട്ടിലാണ്. ഈ പുളിയന റോട്ടിൽ പാലം കടന്ന്, അതായത് ഇപ്പം നിലവിൽ പണിത പാലം കടന്ന് ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മുടെ പുളിയനം സൊസൈറ്റി പമ്പ്, അതായത് ഇന്ത്യൻ ഓയിൽ പമ്പിന് മുന്നുള്ള കയറ്റം എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് വന്നോളൂ കേട്ടോ. നമ്മുടെ ജീവന് ഭീഷണിയായിട്ട്, അതായത് പ്രത്യേകിച്ചും 2 വീലർ 3 വീലർക്ക് ഭീഷണിയായിട്ട് അപകടകരമായിട്ട് രീതിയിൽ ഇവിടെ നശിച്ച് കിടക്കാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം വരാവുന്ന ഒരു മേഖലയായി മാറി. ഏറ്റവും കൂടുതൽ അപകടങ്ങളുള്ള ഈ ഒരു കയറ്റമാണത്. വളവും അതുപോലെ തന്നെ കയറ്റവും ഇറങ്ങി വരുന്ന വണ്ടിക്കാരെ കണ്ടത്. അപ്പോൾ ഈ മാതിരി സ്പീഡിൽ ബൈക്കുകാർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പാണ്, ഒരു മരണം ഉറപ്പാണ്. അതിക്ക് മുന്നേ ഇതിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് ഈ വഴിയിൽ കിടക്കുന്ന മെറ്റൽ സാമഗ്രികൾ മാറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പാവം വന്ന് വീണ അതിൻ്റെ കുടുംബത്തിനാ പോകുള്ളൂ. നിങ്ങളൊന്ന് നോക്ക്, ഞാനത് കാണിച്ചു തരാം. എന്താ പറയണമെന്ന് നോക്കി. ഇവിടെ നടക്കുന്ന ഓരോ അനാസ്ഥകൾ, ഇത് ഏതോ ഒരു വണ്ടിയിൽ നിന്ന് കോൺക്രീറ്റായിട്ടും ചെളിയായിട്ടും ഇവിടെ കംപ്ലീറ്റ് കിടക്കാണ്. എന്താ ചെയ്ത് നോക്കിയാൽ മെറ്റലുണ്ടാവും. ഒരു വണ്ടിക്കാരന് പോലും പോകാൻ പറ്റാത്ത രീതിയിലാണ്. ഇവിടെ വളവായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റാൻ ശ്രമിക്കുക. നോക്കിയോ, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അതൊക്കെ ഇത് ഇറങ്ങി വരുന്ന സ്ഥലമാണത്. ഇത് നോക്കിയാൽ മെറ്റൽ കിടക്കണം. നോക്കി, ഇവിടെ കുറേ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കുഴി അടച്ചാണോ എന്നറിയില്ല. ഓക്കെ, ഈ മാതിരി കോൺക്രീറ്റാണ് ഇവിടെ കിടക്കുന്നത്. ഇനി അപകടം വന്നിട്ടാണ് നമ്മുടെ അധികാരികൾ ഉണരുള്ളെങ്കിൽ ഇത് അപകടം വരും. തീർച്ചയായിട്ടും ഇവിടെ അപകടം വരും. ഒരു ബൈക്കുകാരൻ വീണ് അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ വീണ ഒരു അപകടം എത്രയും പെട്ടെന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് കാണിച്ചു തരുമ്പോൾ എന്ത് ചെയ്ത് നോക്കി. ഇതാണ് പുളിയനം പോണ റോഡാണ്. ആ കാണുന്നത് ഇത് ഇതൊക്കെ ഈ പമ്പ് ഉണ്ടോ. അപ്പോൾ ഈ പമ്പിൻ്റെ അടുത്തേക്ക് വരുന്നവരൊക്കെ 2 വീലർ 3 വീലറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നോക്കി, അപകടം എപ്പോൾ വേണമെങ്കിലും വരാം. മെറ്റൽ കിടക്കണുണ്ടോ റോട്ടിൽ, നിങ്ങൾ കാണ്, പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. മെറ്റൽ ഈ വളവെന്ന് പറഞ്ഞാൽ ഡേഞ്ചർ വളവാണ്. ഏറ്റവും കൂടുതൽ 2 വീലർ 3 വീലർ ബ്രേക്ക് പിടിച്ചാൽ തന്നെ ഒരു സൈഡിലേക്ക് റോഡിൻ്റെ അനാസ്ഥയാണിത്. അതായത് ചെയ്തേണ്ടത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇവിടെ ചെയ്തു വെച്ചേണ്ടത്. ഈ വളവിനെ ഒന്ന് നേരെയാക്കാനോ ഇവിടെ നിറച്ച് മെറ്റലാണ് കിടക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇനി ഒരു മഴ എങ്ങാനും പെയ്താൽ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് ക്ലിയർ ചെയ്യാൻ ഇതിൻ്റെ അധികാരികൾ ശ്രമിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ അപകടം വൻ അപകടമാണ്. 2 വീലർ 3 വീലർ സൂക്ഷിച്ചു വരിക. റോഡ് നിറച്ച് മെറ്റലടക്കണേ എപ്പോഴും. അതുപോലെ തന്നെ റോഡ് നിറച്ച് ചെളിയാണ്. ഇനിയൊരു മഴ പെയ്താൽ ഈ റോട്ടിലെ ഈ ചെളി മൊത്തം ഈ മെറ്റലിലേക്ക് എത്തി ഇവിടെ തെന്നി ബൈക്കുകാരെ എത്രയും പെട്ടെന്ന് ബൈക്കുകാരും ഓട്ടോറിക്ഷക്കാരും ഈ വീഡിയോ കണ്ടാൽ ഉടനെ ഇവിടെ വരുമ്പോൾ ബ്രേക്ക് പിടിച്ചാൽ നമ്മുടെ ജീവനാണ്. നമ്മൾ ഇത് ആരോ പോയി ഇപ്പം മെറ്റൽ കോൺക്രീറ്റ് ആയിട്ട് പോയിട്ട് ഇപ്പം മെറ്റൽ മാത്രമായി കിടക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ചു വരിക. പോയാൽ നമുക്ക് മാത്രമേ പോകുള്ളൂ, വേറെ ആർക്കും പോകില്ല. മറ്റുള്ളവർ ഇന്ന് ചിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ശരിയാക്കാൻ. ഇത് സൈഡുണ്ടോ, ഒരു വണ്ടിക്ക് പോലും പോകുമ്പോൾ ഇത് നോക്കി, റോഡ് നിറച്ച് ചെളിയാണ്. ഇവിടെ സൈഡിൽ മൊത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു കാന കുഴിച്ചിട്ടിട്ടുണ്ട്. അവിടെ ഒരു കാനയുണ്ട് വേണ്ട, ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അടുത്ത്. ഈ വളവത്ത് വണ്ടി ഏറ്റവും മുന്നിലേക്ക് വരുമ്പോൾ തൊട്ടടുത്ത് വരുമ്പോഴാണ് ഈ വാഹനം കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. മെറ്റൽ നിറച്ച് കിടക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് പോകും, വേറെ ആർക്കും പോവില്ല. ദുഃഖിക്കാനും കരയാനും സങ്കടപ്പെടാനും നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു മാത്രം ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. വന്ന് തല കാണിച്ച് പോകാൻ മാത്രമേ ആൾക്കാരുണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക. ഈ കയറ്റത്ത് ഈ വളവിൽ ഇത് ഒരു കുഴി വെച്ചിട്ടാണ് നോക്കിയേ. ഇത് ഭയങ്കര കുഴിയായിരുന്നു. ഇപ്പോൾ ഈ മെറ്റലും മണലും വന്ന് മണ്ണൊക്കെ നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുഴിയുടെ അവസ്ഥ. ഇതുപോലത്തെ നിരവധി കുഴികളാണ് ഈ റോട്ടിലുള്ളത്. അടുത്ത കുഴി ഈ റോഡിൻ്റെ വളവിനോട് സൈഡിൽ തന്നെ അടുത്ത കുഴി. ഈ കുഴിയിലൊക്കെ ഒരു സന്ധ്യ സമയത്ത് ഇവർ അടയാളം വെച്ചിട്ടില്ല, വെച്ചേർന്നുണ്ടാവായിരിക്കാം, അതൊക്കെ പോയതായിരിക്കാം. അടുത്തത് 3ാമത്തെ കുഴി നോക്കിയേ. ഇത് 3ാമത്തെ കുഴി. റോഡിൻ്റെ പള്ള മൊത്തം കുഴിച്ചിട്ടൊക്കെയാണ് നോക്കിയേ. എന്നിട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ നോക്കിയത്. അടുത്തത് അവിടെ ഇങ്ങനെ ഈ കയറ്റത്ത് ഭയങ്കര സൈഡിൽ വലിയ കേബിളുകാർ കുഴിച്ച് കാണാൻ ഓരോ കുഴികളാണ്.
അവിടെ വന്നിട്ട് ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പോയേക്കാണ്. രാത്രി കാലങ്ങളിൽ ഇത്രയും ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇപ്പം ഈ വണ്ടിയാ തോന്നണു ബ്ലോക്ക് കണ്ടോ, കുഴി കണ്ടോ. ഈ കയറ്റത്തും മൊത്തം കോൺക്രീറ്റ് വീണിട്ടുണ്ട്. ഇത് കോൺക്രീറ്റാന്ന് തോന്നുന്നു, കണ്ടിട്ട് പൊടിയും ഇതും മെറ്റലും കണ്ടിട്ട് കോൺക്രീറ്റാ തോന്നണോ. കണ്ടോ, ഇതാണ് ഈ പമ്പിലേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥ. അങ്കമാലി മുനിസിപ്പാലിറ്റി, കറുകുറ്റി പഞ്ചായത്ത്, പാറക്കടവ് പഞ്ചായത്ത് ഇവ മൂന്നും സംഗമിക്കുന്നതാണ് ഈ കയറ്റം. അതായത് ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ അവിടെയുള്ള കയറ്റത്താണ് ഈ സംഭവം നടക്കുന്നത്.